ഹായ് എവ്രിവൺ, വെൽക്കം ടു ടോസ് അക്കാഡമി. അപ്പോൾ ഇന്ന് ടോസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോ ആയിട്ടാണ്. CSIR നെറ്റ് മാത്തമാറ്റിക്കൽ സയൻസിൻ്റെ ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ഉണ്ട്, ചില ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഏരിയാസിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. First question, let A be a real symmetric matrix, then we can conclude that option 1, A does not have 0 as an eigenvalue. Option 2, all eigenvalues of A are real. Option 3, if A inverse exists, then A inverse is real and symmetric. Option 4, A has at least one positive eigenvalue. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എ ഒരു റിയൽ സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലേ. ആ മെട്രിക്സിലെ എൻട്രീസ് എല്ലാം റിയൽ ആണ്, കൂടാതെ സിമെട്രിക്കുമാണ്. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് മീൻസ് എ ട്രാൻസ്പോസ് ദാറ്റ് മെട്രിക്സ് സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, എ ഡസ് നോട്ട് ഹാവ് 0 ആസ് ആൻ ഐഗൻ വാല്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് ചൂസ് ചെയ്യാം. ലെറ്റ് എ ഇസ് ഈക്വൽ ടു 0 0 0 -1. ഓക്കെ, ഇവിടെ എ ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0 0 0 -1 അല്ലേ. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയേക്കുന്നത്? എ ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ്. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? സിമെട്രിക് മെട്രിക്സ് ആണ്, റിയലും ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെയുള്ളൊരു മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ, ഇതൊരു ഡയഗണൽ മെട്രിക്സ് അല്ലേ. ഈ ഡയഗണൽ മെട്രിക്സിൻ്റെ ഈ ഡയഗണൽ എൻട്രീസ് ആയിരിക്കും എന്ത്? ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഏഗൻ വാല്യൂസ് ആയിട്ട് വരുന്നത് 0 ആൻഡ് -1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഡസ് നോട്ട് ഹാവ് 0 ആസ് എൻ ഏഗൻ വാല്യൂ. ട്രൂ ആണോ? ഇവിടെ നമുക്ക് കിട്ടി ഒരു റിയൽ സിമെട്രിക് മെട്രിക്സ് കിട്ടി 0 ഏഗൻ വാല്യൂ ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ 1 ഫോൾസ് ആണ്. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? എ ഹാസ് അറ്റ്ലീസ്റ്റ് 1 പോസിറ്റീവ് ഏഗൻ വാല്യൂസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഏഗൻ വാല്യൂസ് എങ്കിലും ഉണ്ടായിരിക്കുന്നു. ട്രൂ ആണോ അത്? ഈ ഓപ്ഷൻ വെച്ച് തന്നെ നമുക്ക് പറയാം ഇത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്ന് പറയാം. 0യും -1ഉം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഏഗൻ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. സോ ഓപ്ഷൻ 4 എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, ചെക്ക് ചെയ്യാനുള്ളത് ഓപ്ഷൻ 2ഉം 3യുമാണ്. ഓപ്ഷൻ 2 എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ ഏഗൻ വാല്യൂസ് ഓഫ് എ ആർ റിയൽ. അതായത് ഈ സിമെട്രിക് മെട്രിക്സിൻ്റെ എല്ലാ ഏഗൻ വാല്യൂസും റിയൽ ആണ്, കോംപ്ലക്സ് ഏഗൻ വാല്യൂസ് ഒന്നും വരില്ല എന്നുള്ളതാണ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അത് ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ലെറ്റ് എ ബി എ റിയൽ symmetric matrix. Okay, that is A transpose is equal to A. Okay, we have to show that the eigenvalues of A are real അല്ലേ. ഇപ്പോൾ റിയൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ സപ്പോസ് ലാംഡ ആണ് എയുടെ ഏഗൻ വാല്യൂ എങ്കിൽ ലാംഡയും ലാംഡയുടെ കോൺജുഗേറ്റും ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഫൈനലി നമ്മൾ ഇതിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ലാംഡ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ്. ലെറ്റ് ലാംഡ ബി ആൻ ഏഗൻ വാല്യൂ ഓഫ് എ. ഓക്കെ, ഏഗൻ വാല്യൂ ആണെങ്കിൽ ദെൻ ബൈ ഡെഫിനേഷൻ there exists a vector x not equal to 0 such that ax is equal to lambda x. ആ എക്സിന് നമ്മൾ പറയുന്നതാണ് ഏഗൻ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ax is equal to lambda x. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കോൺജുഗേറ്റ് എടുക്കുകയാണ്. സോ വി ഗെറ്റ് എ കോൺജുഗേറ്റ് എക്സ് കോൺജുഗേറ്റ് ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് എക്സ് കോൺജുഗേറ്റ് എന്ന് കിട്ടും. ഇനി എ റിയൽ ആയതുകൊണ്ട് എയുടെ കോൺജുഗേറ്റും എയും ഈക്വൽ ആയിരിക്കും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് കോൺജുഗേറ്റ് ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് എക്സ് കോൺജുഗേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. ഓക്കെ, ട്രാൻസ്പോസ് നമ്മൾ എടുത്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് കിട്ടി. ഓക്കെ, ഈ എ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണ്. സോ ഈ എ ട്രാൻസ്പോസിനെ എ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എ ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും എക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എക്സ് ട്രാൻസ്പോസ് എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എക്സ്. ഓക്കെ, ഈ രണ്ട് സൈഡിലും നമ്മൾ എക്സ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് എക്സ് ട്രാൻസ്പോസ്
എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എക്സ് എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ എ എക്സിന് പകരം നമ്മൾ ഈ ലാംഡ എക്സ് വെച്ചിട്ടൊന്ന് റീപ്ലേസ് ചെയ്യാണ്. സോ വി ഗെറ്റ് എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ലാംഡ എക്സ് ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് എച്ച് കോൺജുഗേറ്റ് എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എക്സ്. ഓക്കെ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, നമുക്ക് ലാംഡ എന്ന് പറയുന്ന ഒരു സ്കെയിലറാണ് അല്ലേ. അപ്പോൾ ലാംഡ ഇൻറ്റു എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എക്സ് ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ദിസ് ഇംപ്ലൈസ് നമുക്ക് ഈ ടേമിന് ഇവിടേക്ക് കൊണ്ടുവരാം. സോ നമുക്ക് ലാംഡ മൈനസ് ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ എക്സ് എന്താണ്? എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിൻ്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസും നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഇവരുടെ പ്രോഡക്റ്റ് എക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ഈസ് ഓൾവേസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇത് 0 ആവില്ല അല്ലേ. സോ പിന്നെ ആരാണ് 0 ആവാനായിട്ട് ചാൻസ്? ഇതായിരിക്കും 0 ആവാനായിട്ട് ചാൻസ്. ദാറ്റ് ഈസ് ലാംഡ മൈനസ് ലാംഡ കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ്. അപ്പോൾ ഒരു നമ്പറിൻ്റെ ലാംഡയുടെ കോൺജുഗേറ്റും ലാംഡേനോട് ഈക്വൽ ആണ്. സോ എന്ത് നമുക്ക് പറയാൻ പറ്റും? റിയൽ ആയിരിക്കും അവിടുത്തെ ഈഗൻ വാല്യൂസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻ 2 റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ പറയുന്നത് ഇഫ് എ ഇൻവേഴ്സ് എക്സിസ് ദെൻ എ ഇൻവേഴ്സ് ഈസ് റിയൽ ആൻഡ് സിമെട്രിക്. അപ്പോൾ ഇവിടെ നമുക്ക് റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് എല്ലാം റിയൽ ആണെന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എ ഇൻവേഴ്സിൻ്റെ കാര്യമാണ് പ്രൂവ് ചെയ്യേണ്ടത്. എ ഇൻവേഴ്സ് റിയൽ ആണ്, അതുപോലെ തന്നെ അത് സിമെട്രിക്കും ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ഇപ്പം നമുക്കറിയാം എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് എങ്ങനെയാണ്? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ്. ഓക്കെ, അപ്പോൾ എ ഇൻവേഴ്സ് റിയൽ ആവണമെങ്കിൽ അഡ്ജോയിൻറ്റ് റിയൽ ആവണം, അതുപോലെ തന്നെ ഡിറ്റർമിനൻറ്റും റിയൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എ ഇൻവേഴ്സ് റിയൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് റിയൽ മെട്രിക്സ് ആയതുകൊണ്ട് മസ്റ്റായിട്ടും അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നതും റിയൽ ആയിരിക്കും. ഓക്കെ, അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നതും റിയൽ ആയിരിക്കും. ഇനി ഡിറ്റർമിനൻറ്റ് ഓഫ് എ. ഓക്കെ, നമുക്കറിയാം എ എന്ന് പറയുന്ന മെട്രിക്സ് റിയൽ സിമെട്രിക് ആണ്. റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് എല്ലാം റിയൽ ആണ്. സോ ആ റിയൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? റിയൽ ആയിരിക്കും. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും? റിയൽ ആയിരിക്കും. അപ്പോൾ അഡ്ജോയിൻറ്റ് റിയൽ ആണ് ആൻഡ് ഡിറ്റർമിനൻറ്റ് റിയൽ ആയതുകൊണ്ട് എ ഇൻവേഴ്സ് എന്തായി? റിയൽ ആയി. അപ്പോൾ എ ഇൻവേഴ്സ് അതൊരു റിയൽ മെട്രിക്സ് ആണ്. ഇനി നമുക്ക് എന്തുകൂടി ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി? എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി? നമുക്ക് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇത് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ്. ഓക്കെ, എ ട്രാൻസ്പോസ് എ സിമെട്രിക് ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? എ ഇൻവേഴ്സ് ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് കിട്ടി. സോ എ ഇൻവേഴ്സ് ഈസ് എ റിയൽ സിമെട്രിക് മെട്രിക്സ്. സോ ഓപ്ഷൻ 3യും കറക്റ്റ് ആണ്. സി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ 2 and 3. അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 and 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് mn denote the vector space of all n by n real matrices among the following subsets of mn, decide which are linear subspaces. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ലീനിയർ സബ്സ്പേസസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. V1 ഈക്വൽ ടു സെറ്റ് എ ബിലോങ് ടു mn സച്ച് ദാറ്റ് എ ഈസ് നോൺ സിംഗുലർ. V2 ഈക്വൽ ടു സെറ്റ് എ ബിലോങ് ടു mn സച്ച് ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. ഓപ്ഷൻ 3 V3 ഈക്വൽ ടു set A belong to mn such that trace of A is equal to 0. Option 4 V4 equal to set B A such that A is belong to mn where B is some fixed matrix in mn. Okay, അപ്പോൾ നമുക്ക് വെക്റ്റർ സ്പേസും സബ് സ്പേസും ഒക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു, W. Okay, let W be a non-empty subset of a vector space V. Then W is a subspace of V if and only if താഴെ പറയുന്ന രണ്ട് ക്ലോഷർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഇപ്പോൾ ഡബ്ല്യുവിൽ 2 എലമെൻറ്റ്സിന് നമ്മൾ ചൂസ് ചെയ്യാണ്. ഇഫ് യു ആൻഡ് വി ആർ ഇൻ ഡബ്ല്യു ദെൻ യു പ്ലസ് വി ഈസ് ഇൻ ഡബ്ല്യു. ദാറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇഫ് യു ഈസ് ഇൻ ഡബ്ല്യു ആൻഡ് സി ഈസ് എനി സ്കെയിലർ ദെൻ സി യു ഈസ് ഇൻ W.
അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ സബ്സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. ഈ സബ്സെറ്റിനെ സബ്സ്പേസ് ആണെന്ന് പറയാൻ പറ്റും വെക്റ്റർ സ്പേസിൻ്റെ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സബ്സ്പേസ് അല്ല എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. V1 ഈക്വൽ ടു സെറ്റ് എ ബിലോങ് ടു MN സച്ച് ദാറ്റ് എ ഈസ് എ നോൺ സിംഗുലർ. അപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സബ്സെറ്റ് അല്ലേ എന്താണ്, നോൺ എംപ്റ്റി ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ V1 എന്ന് പറയുന്ന കളക്ഷൻ നോൺ സിംഗുലർ മെട്രീസസിൻ്റെ കളക്ഷനാണ്, നോൺ സിംഗുലർ M/N മെട്രീസസിൻ്റെ കളക്ഷനാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അത് ഈ സെറ്റിലെ എലമെൻ്റ് ആയിരിക്കും. സോ ഈ V1 എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും, നോൺ എംപ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇത് ക്ലോസ്ഡ് അണ്ടർ അഡീഷനോ ആവുമോ ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആവുമോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ക്ലോസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ V1-ൽ നിന്ന് രണ്ട് എലമെൻറ്റ്സിനെ ചൂസ് ചെയ്യണം. ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണോ നോക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി N/N മെട്രിസസിൻ്റെ കളക്ഷൻ ആണല്ലോ ഈ കളക്ഷൻ. ഇപ്പോൾ ഞാൻ N = 2 ആവുന്ന കേസിലൊന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന മെട്രിക്സ് 1 0 0 1. ഇതൊരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ് ബിക്കോസ് ഡിറ്റർമിനൻറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ദിസ് ഈസ് ബിലോങ് ടു V1 ആൻഡ് -1 0 0 -1. ഓക്കെ, ദിസ് ഈസ് ഓൾസോ ബിലോങ് ടു V1. ഓക്കെ, രണ്ടും നോൺ സിംഗുലർ മെട്രിക്സ് ആണ് അല്ലേ. ഇനി ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണോ എന്ന് വേണം ചെക്ക് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഇതിൻ്റെ സം കണ്ടുപിടിക്കുകയാണ്. 1 0 0 1 പ്ലസ് -1 0 0 -1. ദിസ് ഈസ് ഈക്വൽ ടു 0 0 0 0. സോ അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു സീറോ മെട്രിക്സ് ആണ്. സീറോ മെട്രിക്സ് എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ അല്ല അല്ലേ, സിംഗുലർ മെട്രിക്സ് ആണ്, നോൺ സിംഗുലർ അല്ല. സോ ഈ അഡീഷൻ ഈ സം ചെയ്തത് എവിടെ ബിലോങ് ചെയ്യില്ല, V1-ൽ ബിലോങ് ചെയ്യില്ല. ഓക്കെ, V1-ൽ ബിലോങ് ചെയ്യില്ല. സോ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ഈ കളക്ഷൻ എന്തല്ല, ഒരു സബ്സ്പേസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ബിക്കോസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. സോ ഓപ്ഷൻ 1 ഫോൾസ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഓപ്ഷൻ 2 വെരിഫൈ ചെയ്യണം. ഓപ്ഷൻ 2 V2 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ A ബിലോങ് ടു MN സച്ച് ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് A ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് ഡിറ്റർമിനൻറ്റ് 0 ആയിട്ടുള്ള മെട്രിക്സുകളുടെ കളക്ഷനാണ് V2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇത് സബ്സ്പേസ് ആവോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നോൺ എംപ്റ്റി ആണോ നോക്കണം, ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണോ, ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ കളക്ഷൻ നോക്കുകയാണ്, ഈ കളക്ഷൻ നോൺ എംപ്റ്റി ആണ്. ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു എംപ്റ്റി. കാരണം എന്താ, സീറോ എന്ന് പറയുന്നത് N/N സീറോ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതിലെ ഒരു എലമെൻ്റ് ആണ്, ഡിറ്റർമിനൻറ്റ് 0 ആയിട്ട് വരുന്ന ഒരു മെട്രിക്സ് ആണ്. സോ ഈ സെറ്റ് നോൺ എംപ്റ്റി ആണ്. ഇനി ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണോ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ രണ്ട് മെട്രിക്സുകൾ ചൂസ് ചെയ്യാണ് ഡിറ്റർമിനൻറ്റ് 0 ആയിട്ടുള്ളത്. അതായത് ഒരെണ്ണം ഇതാണ് 1 0 0 0. ഹിയർ ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് മെട്രിക്സ് ഇസ് 0 ആൻഡ് 0 0 0 1. ഓക്കെ, നമ്മളിത് ആഡ് ചെയ്ത് നോക്കുന്നു. 1 0 0 0 പ്ലസ് 0 0 0 1. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്, 1 0 0 1. ഓക്കെ, ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടിയേക്കുന്നത്. അപ്പോൾ രണ്ട് ഡിറ്റർമിനൻറ്റ് 0 ആയിട്ടുള്ള മെട്രിക്സുകളുടെ സം നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ അഡീഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. സോ ഓപ്ഷൻ 2ഉം തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് ഓപ്ഷൻ V3 is equal to set of all A belong to MN such that trace of A is equal to 0. ട്രേസ് 0 ആയിട്ടുള്ള മെട്രിക്സുകളുടെ കളക്ഷനാണ് V3. ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽസിൻ്റെ സമ്മാണ് അല്ലേ, ഡയഗണലിലുള്ള എലമെൻസിൻ്റെ സമ്മാണ്. അപ്പോൾ ഇത് വെക്ടർ സ്പേസ് സബ്സ്പേസ് ആവോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് V3 നോൺ എംപ്റ്റി ആണോ നമുക്ക് നോക്കണം അല്ലേ. V3 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. സെക്കൻഡ് ക്ലോസ്ഡ് ആണോ എന്ന് നോക്കണം, ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇത് നോൺ എംപ്റ്റി ആണ് ബിക്കോസ് നമ്മുടെ സീറോ മെട്രിക്സ് അല്ലേ. സീറോ മെട്രിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ N is equal to 2 എന്ന് പറയുന്ന കേസ് എടുക്കുകയാണെങ്കിൽ 0 0 0 അല്ലേ. ഇതാണ് സീറോ മെട്രിക്സ്, 2/2 സീറോ മെട്രിക്സ്. ഇതിൻ്റെ ട്രേസ് എന്താണ്, ട്രേസ് എന്ന് പറയുന്നത് ഈ ഡയഗണൽസിൻ്റെ സമ്മാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ട്രേസ് ഇസ് ഈക്വൽ ടു 0. സോ സീറോ മെട്രിക്സ് ഇതിൽ ബിലോങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നോൺ എംപ്റ്റി ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഇതിലെ രണ്ട് മെട്രിക്സുകൾ ചൂസ് ചെയ്യാണ്. എ ആൻഡ് ബി ബിലോങ് ടു V3 അല്ലേ. V3-ലെ രണ്ട് മെട്രിക്സുകളാണ് എയും ബിയും. V3-ലെ മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, ട്രേസ് ഓഫ് A is equal to 0 ആൻഡ് ട്രേസ് ഓഫ് B is equal to 0. നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്, എയും ബിയും V3-ൽ ഉണ്ടെങ്കിൽ A plus B V3-ൽ ഉണ്ടോ എന്ന് വേണം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ളത് അല്ലേ. ഇത് വേണം നമുക്ക് നോക്കാനായിട്ട്. അപ്പോൾ A plus B എന്ന് പറയുന്ന ആ മെട്രിക്സ് V3-ൽ ബിലോങ് ചെയ്യണമെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ട്രേസ് എന്തായിരിക്കണം, ട്രേസ് 0 ആവണം അല്ലേ. അപ്പോൾ നമ്മൾ ട്രേസ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഓക്കെ, ട്രേസ് ഓഫ് A plus B. അപ്പോൾ ഈ ട്രേസ് ഓഫ് A plus B ചെയ്യണമെങ്കിൽ ട്രേസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ട് മെട്രിക്സുകളുടെ സമ്മിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, ട്രേസ് ഓഫ് A പ്ലസ്
ട്രേസ് ഓഫ് ബിനോട് ഈക്വൽ ആണ്, ട്രേസ് ഓഫ് ബി. ഓക്കെ, ഹിയർ ട്രേസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ട്രേസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 0. സോ ദിസ് സം ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ട്രേസ് ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് പറയാം, ഈ മെട്രിക്സ് എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സ് എവിടെയുണ്ട്, V3 ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ക്ലോസ്ഡ് ഉണ്ട്, അഡീഷൻ ആണ്, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ക്ലോസ്ഡ് ഉണ്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന എങ്ങനെ, ഒരു വെക്ടർ നമ്മൾ നമ്മുടെ ഫീൽഡിൽ നിന്ന് എടുക്കും അല്ലേ, ഫീൽഡിൽ നിന്ന് എടുക്കും, പിന്നെ ഒരു വെക്ടർ അല്ല സ്കെയിലാർ നമ്മൾ ഫീൽഡിൽ നിന്ന് എടുക്കും, പിന്നെ ഒരു വെക്ടർ അതായത് എ നമ്മൾ V3 നിന്ന് ചൂസ് ചെയ്യും അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം പ്രൂവ് ചെയ്യാനുള്ളത്, ആൽഫ ഇൻറ്റു എ അല്ലേ, ആൽഫ ഇൻറ്റു എ V3 ഉണ്ടോ എന്ന് വേണം, ഇത് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. ഇത് V3 ഉണ്ടാവണമെങ്കിൽ ആൽഫ ഇൻറ്റു എയുടെ ട്രേസ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. സോ നമ്മളതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കുകയാണ്, ട്രേസ് ഓഫ് ആൽഫ ഇൻറ്റു എ. അപ്പോൾ ഒരു സ്കെയിലാറും ഉണ്ട്, നമ്മൾ എനെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് ട്രേസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ട്രേസ് ഓഫ് കെ എ ഈക്വൽ ടു കെ ഇൻറ്റു ട്രേസ് ഓഫ് എ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ട്രേസ് ഓഫ് എ. ഓക്കെ, ഹിയർ എ ബിലോങ് ടു V3 ആണ്. എ ബിലോങ് ടു V3 ആണെങ്കിൽ ട്രേസ് ഓഫ് എ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ആൽഫ ഇൻറ്റു 0, ആൽഫ ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ട്രേസ് ഓഫ് ആൽഫ ഇൻറ്റു എ ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് ആൽഫ എ ബിലോങ് ടു V3 എന്ന് പറയാം. സോ ക്ലോസ്ഡ് ഉണ്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും കൂടിയാണ്. അപ്പോൾ സബ്സ്പേസിൻ്റെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ V3 എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന സെറ്റ് എന്താണ്, അതൊരു സബ്സ്പേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ 3 റൈറ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് അടുത്ത ഓപ്ഷൻ വെരിഫൈ ചെയ്യണം. അടുത്ത ഓപ്ഷൻ പറയുന്നത് V4 ഈക്വൽ ടു സെറ്റ് ബി എ സച്ച് ദാറ്റ് എ ബിലോങ് ടു MN വെർ ബി ഈസ് സം ഫിക്സഡ് മെട്രിക്സ് ഇൻ MN. ഇവിടെ ബി ഒരു ഫിക്സഡ് മെട്രിക്സ് ആണ്. ഈ ഫിക്സഡ് മെട്രിക്സ് കൊണ്ട് ബി കൊണ്ട് നമ്മൾ ML മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു കളക്ഷനാണ് V4. വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് സെറ്റ് ഈസ് എ സബ് സ്പേസ് ഓഫ് MN എന്ന് വേണം നമുക്ക് നോക്കാനായിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ട് നോണംറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ക്ലോസ്ഡ് ഉണ്ട് അഡീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം, ക്ലോസ്ഡ് ഉണ്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ 3 കാര്യങ്ങളും ചെക്ക് ചെയ്യണം അല്ലേ. ഓട്ടോമാറ്റിക്കലി ഇതെന്താണ്, ക്ലിയർലി നമുക്ക് V4 എന്ന് പറയുന്നത് നോണംറ്റി ആണ് അല്ലേ. ഇനി നമുക്ക് ക്ലോസ്ഡ് ഉണ്ട് എന്താ വേണ്ടത്, അഡീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ 2 മെട്രിക്സുകളെ ഈ കളക്ഷനിൽ നിന്ന് ചൂസ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഇതിലെ മെട്രിക്സുകളുടെ ഫോം എങ്ങനെയാണ്, ഇതിലെ മെട്രിക്സുകളുടെ ഫോം എന്ന് പറയുന്നത് BA എന്ന് പറയുന്ന ഫോമാണ് V4 അല്ലേ. അപ്പോൾ BA സച്ച് ദാറ്റ് എന്താ, BA സച്ച് ദാറ്റ് A ഈസ് ബിലോങ് ടു MN. ഓക്കെ, അപ്പോൾ നമ്മൾ 2 എലമെൻസുകളെ നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ BA1 ആൻഡ് BA2 എന്ന് പറയുന്ന 2 എലമെൻസുകൾ നമ്മൾ ചൂസ് ചെയ്തു. വേർ A1 ആൻഡ് A2 ബിലോങ് ടു ഇവിടുത്തെ ഏതിലാണ്, MNലെ എലമെൻ്റ് ആണ്. ഇതാ ഈ രണ്ടും V4 എലമെൻ്റ് ആണ്. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 2 പേരുടെ സം V4 ഉണ്ടോ എന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ 2 ആളുകളുണ്ട്, A1 ഉം A2 എടുത്ത ആളാണ്, MNലെ എലമെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ A1 ആൻഡ് A2 ബിലോങ് ടു MN ആണ്. MN എന്താ, വെക്റ്റർ സ്പേസ് ആണെന്ന് നമുക്കറിയാം. MN വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് A1 പ്ലസ് A2 ഈസ് ബിലോങ് ടു MN അല്ലേ. A1 പ്ലസ് A2 ബിലോങ് ടു MN. ഇനി A1 ബിലോങ് ടു MN ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, BA1 എവിടെയുണ്ട്, V4 അല്ലേ. അതുപോലെ തന്നെ BA2 ബിലോങ് ടു V4. അപ്പോൾ ഇത് രണ്ടും V4 എലമെൻറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ ഇത് എവിടുത്തെ എലമെൻ്റ് ആണ്, MNലെ എലമെൻ്റ് ആണ്. സോ MNലെ എലമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, B ഇൻറ്റു A1 പ്ലസ് A2 ബിലോങ് ടു V4 ആയിരിക്കും. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, BA1 പ്ലസ് BA2 ബിലോങ് ടു V4 അല്ലേ. ഇത് V4 ഉണ്ടെങ്കിൽ BA1 പ്ലസ് A2 അതെന്തിനോട് ഈക്വൽ ആ, BA1 പ്ലസ് BA2നോട് ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സമ്മും എവിടെയുണ്ട്, V4 ഉണ്ടെന്ന് പറയാം. സോ ക്ലോസ്ഡ് ഉണ്ട് അഡീഷൻ ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്, ക്ലോസ്ഡ് ഉണ്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് വേണം ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. പ്രൂവ് ചെയ്യേണ്ടത് ആൽഫ ബിലോങ് ടു നമ്മുടെ സ്കെയിലാർ ഫീൽഡ് അല്ലേ, സ്കെയിലാർ ഫീൽഡ് ആൻഡ് BA ബിലോങ് ടു V4 ആണെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് ആൽഫ BA ബിലോങ് ടു V4 നിന്നാണ് അല്ലേ. അപ്പോൾ BA ബിലോങ് ടു V4 ആണെങ്കിൽ A ഇവിടുത്തെ എലമെൻ്റ്, A എന്ന് പറയുന്നത് MNലെ എലമെൻ്റ് ആണ് അല്ലേ. ഇനി ആൽഫ സ്കെയിലാർ ഫീൽഡിലെ എലമെൻ്റ് ആണ്. അപ്പോൾ ആൽഫ ഇൻറ്റു A ഈസ് ബിലോങ് ടു MN അല്ലേ. അപ്പോൾ MNലെ ഒരു എലമെൻ്റ് ആണ് ആൽഫ ഇൻറ്റു A എന്ന് പറയുന്നത്. ആൻഡ് B ഈസ് എ ഫിക്സഡ് മെട്രിക്സ്. സോ B
ആൽഫ എ ബിലോങ് ടു B4. ഇതിനൊന്നും നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഇൻറ്റു BA. ദിസ് ഇസ് ബിലോങ് ടു B4. സോ ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമാണ്. സോ എന്താണ് നമുക്ക് B4 ഒരു സബ്സ്പേസ് ആണെന്ന് പറയാം. ഓപ്ഷൻ 4ഉം റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. സി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 3 and 4 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ. Next question, if P and Q are invertible matrices such that PQ is equal to minus QP, then we can conclude that option 1 trace of P is equal to trace of Q equal to 0, option 2 trace of P is equal to trace of Q is equal to 1, option 3 trace of P is equal to minus trace of Q, option 4 trace of P is not equal to trace of Q. Okay. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? പിയും ക്യൂവും ഇൻവേർട്ടബിൾ ആണ് അല്ലേ? പിയും ക്യൂവും ഇൻവേർട്ടബിൾ ആണ്. പി ക്യൂ ഈക്വൽ ടു മൈനസ് ക്യൂ പി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. പി ഇൻവേർട്ടബിൾ ആണെങ്കിൽ P ഇൻവേഴ്സ് P ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു P ഇൻവേഴ്സ് P ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കും. ക്യൂ ഇൻവേർട്ടബിൾ ആണെങ്കിൽ ക്യൂ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് ക്യൂ ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ ഇതാണ്, പി ക്യൂ ഈക്വൽ ടു മൈനസ് ക്യൂ പി. ഇനി നമ്മളൊരു പി ഇൻവേഴ്സ് വെച്ചിട്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ നമുക്ക് എന്ത് കിട്ടും? പി ഇൻറ്റു ക്യൂ ഇൻറ്റു പി ഇൻവേഴ്സ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു പി ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ പി ഇൻറ്റു പി ഇൻവേഴ്സ് എന്താ? പി ഇൻറ്റു പി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി അല്ലേ? അപ്പോൾ നമുക്കിതിനെ ഐ വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ ഇൻറ്റു പി ഇൻവേഴ്സ് ഈക്വൽ ടു മൈനസ് ക്യൂ. നൗ നമ്മൾ രണ്ട് സൈഡിലും ട്രേസ് അപ്ലൈ ചെയ്യാണ്. ട്രേസ് അപ്ലൈ ചെയ്ത് എന്ത് വരും? ട്രേസ് ഓഫ് പി ക്യൂ പി ഇൻവേഴ്സ് ഈക്വൽ ടു ട്രേസ് ഓഫ് മൈനസ് ക്യൂ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ട്രേസ് ഓഫ് ആൽഫ ക്യൂ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ട്രേസ് ഓഫ് ക്യൂ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു -1 ഒരു സ്കെയിലാർ ആണ്. സോ മൈനസ് ട്രേസ് ഓഫ് ക്യൂ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ട്രേസിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ട്രേസ് ഓഫ് ഇവിടെ എഴുതാം, ട്രേസ് ഓഫ് എ ബി സി ദിസ് ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് ബി സി എ. അതായത് ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, ബി സി എ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു ട്രേസ് ഓഫ് സി എ ബി. വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യിച്ചു അല്ലേ? ഇനി ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, വീണ്ടും ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി സി തന്നെ ആവില്ലേ? അപ്പോൾ ട്രേസ് ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് ബി സി എ ട്രേസ് ഓഫ് സി എ ബി ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ? ഇതിനെ ഇവിടേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ട്രേസ് ഓഫ് ക്യൂ പി ഇൻവേഴ്സ് പി ഈക്വൽ ടു എന്താ കിട്ടിയേക്കുന്നത്? മൈനസ് ട്രേസ് ഓഫ് ക്യൂ എന്നാണ് കിട്ടിയേക്കുന്നത് അല്ലേ? അപ്പോൾ പി ഇൻവേഴ്സ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ആണ്. സോ ട്രേസ് ഓഫ് ക്യൂ ഈക്വൽ ടു മൈനസ് ട്രേസ് ഓഫ് ക്യൂ. ദിസ് സിംപ്ലൈസ് നമുക്ക് എന്ത് വരും? ഈ മൈനസ് ട്രേസ് ഓഫ് ക്യൂനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 into trace of q plus trace of q, that is 2 into trace of q equal to 0. That implies trace of q is equal to 0 എന്ന് കിട്ടും. ഇനി ഇതുപോലെ നമ്മൾ പി ഇൻവേഴ്സ് വെച്ചിട്ട് ബോത്ത് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യൂ ഇൻവേഴ്സ് പി ക്യൂ ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻവേഴ്സ് ക്യൂ പി എന്ന് കിട്ടും. ദെൻ ക്യൂ ഇൻവേഴ്സ് ക്യൂ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിനോട് ഈക്വൽ ആണ്. സോ ഇത് ഐഡൻറ്റിറ്റി ആയി പോവും. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് വി എന്ന് കിട്ടും. അഗെയിൻ നമ്മൾ ട്രേസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ട്രേസ് ഓഫ് ക്യൂ ഇൻവേഴ്സ് പി ക്യൂ ഈക്വൽ ടു മൈനസ് ട്രേസ് ഓഫ് വി എന്ന് കിട്ടും. മൈനസ് ട്രേസ് ഓഫ് വി. പിന്നെ ഇവിടെ വീണ്ടും റൊട്ടേഷൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ഓഫ് പി ഇസ് ഈക്വൽ ടു മൈനസ് ട്രേസ് ഓഫ് പി എന്ന് കിട്ടും. ഇത് സിംപ്ലൈസ് നേരത്തെ ചെയ്ത പോലെ നമുക്ക് ട്രേസ് ഓഫ് പി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ട്രേസ് ഓഫ് ക്യൂ ഈക്വൽ ടു ട്രേസ് ഓഫ് പി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? ഇനി ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കിയാൽ ട്രേസ് ഓഫ് പി ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് ക്യൂ ഈക്വൽ ടു 1 അത് എന്തായാലും തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയേ, ട്രേസ് ഓഫ് പി ഈസ് ഈക്വൽ ടു മൈനസ് ട്രേസ് ഓഫ് ക്യൂ. അതും ട്രൂ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അല്ലേ? ട്രേസ് ഓഫ് പി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ട്രേസ് ഓഫ് മൈനസ് ക്യൂവിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ? സോ ഓപ്ഷൻ 1 and 3 ആണ് ഈക്വൽ ആയിട്ട് വരിക. നമുക്ക് ട്രേസ് ഓഫ് പിയും ട്രേസ് ഓഫ് ക്യൂവും 0 ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ 3യും ട്രൂ ആണ്. Next question. Consider a homogeneous system of linear equation Ax is equal to 0 where A is an m by n real matrix and n is greater than m. Then which of the following statements are always true? Option 1, Ax is equal to 0 has a solution. Option 2, Ax is equal to 0 has no non-zero solution. Option 3, Ax is equal to 0 has a non-zero solution. Option 4, dimension of the space of all solution is at least n minus m.
ഓക്കെ, അപ്പോൾ ഹോമോജീനിയസ് സിസ്റ്റം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എം ബൈ എൻ മെട്രിക്സ് ആണ്, എൻ ഈസ് ഗ്രേറ്റർ ദാൻ എം ആണ്. ദെൻ നമുക്കിതിൽ ഏതൊക്കെയാണ് ട്രൂ ആവാന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ സിസ്റ്റം എ എക്സ് ഇസ് ഈക്വൽ ടു 0 ഹോമോജീനിയസ് സിസ്റ്റം ആണ്. എ എക്സ് ഇസ് ഈക്വൽ ടു 0 ഹോമോജീനിയസ് സിസ്റ്റം ആണ്. 2 ടൈപ്പ് സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ട്രിവിയൽ സൊല്യൂഷൻ അല്ലേ, ട്രിവിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ. ഏതാണത്? എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. പിന്നെ വരുന്നത് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഓക്കെ, നോൺ ട്രിവിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും ഇവിടെ. ഓക്കെ, നോൺ സീറോ ആയിരിക്കും അവിടെ വരുന്നത്. ഇനി ഈ ട്രിവിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആവുന്ന കേസിനകത്ത്. അപ്പോൾ നമ്മുടെ മെട്രിക്സ് എം ബൈ എൻ മെട്രിക്സ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എൻ ആവുന്ന കേസിനകത്താണ് എന്ത് ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ. അതുപോലെ ഇവിടെ റാങ്ക് ഓഫ് എ ലെസ് ദാൻ എൻ ആവുന്ന കേസിനകത്താണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസാണ് ആദ്യത്തെ 3 ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെട്രിക്സിൻ്റെ ഓർഡർ എം ബൈ എൻ ആണ് ആൻഡ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ എം ആണ് അല്ലേ. സോ നമുക്ക് റാങ്ക് എന്ന് പറയും ഇവിടെ റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്കറിയാം ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് എം ആൻഡ് എൻ അല്ലേ. ഹിയർ എൻ ഈസ് ഗ്രേറ്റർ ദാൻ എം അല്ലേ. അപ്പോൾ മിനിമം ഓഫ് എം ആൻഡ് എൻ എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു എം. ദിസ് ഇംപ്ലൈസ് റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ or equal to m. Okay, that is rank of a not equal to n ആണ് അല്ലേ, less than n ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും ഇവിടെ നിന്ന്? എന്തായാലും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല അല്ലേ, പക്ഷേ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. യുണീക് സൊല്യൂഷൻ അല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഓരോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ എക്സ് ഇസ് ഈക്വൽ ടു 0 ഹാസ് എ സൊല്യൂഷൻ ഉണ്ട് അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 0 ഹാസ് എ സൊല്യൂഷൻ, ട്രൂ ആണ്. അത് നോൺ സീറോ സൊല്യൂഷൻ ആണെന്നേ ഉള്ളൂ, നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെന്നേ ഉള്ളൂ. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 0 ഹാസ് നോൺ സീറോ സൊല്യൂഷൻ, തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. നോൺ സീറോ സൊല്യൂഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓപ്ഷൻ 3 എക്സ് ഇസ് ഈക്വൽ ടു 0 ഹാസ് എ നോൺ സീറോ സൊല്യൂഷൻ, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഒരു ഓപ്ഷൻ കൂടി വെരിഫൈ ചെയ്യാനുണ്ട്. ഡയമെൻഷൻ സ്പേസ് ഓഫ് ഓൾ സൊല്യൂഷൻ ഈസ് അറ്റ്ലീസ്റ്റ് n മൈനസ് എം. ഓക്കെ, അപ്പോൾ അവിടെ ഡയമെൻഷൻ സ്പേസ് ഓഫ് സൊല്യൂഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി എക്സ് ഇസ് ഈക്വൽ ടു 0യുടെ ഡയമെൻഷൻ നമുക്ക് സൊല്യൂഷൻ സ്പേസ് ഇവിടെ എഴുതാം. സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത് ഈക്വൽ ടു, സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ ആണല്ലോ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന എക്സുകളുടെ കളക്ഷൻ ആണ് സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത്. ഇത് എന്തിനോട് തന്നെ ഈക്വൽ ആണ്? നൾ സ്പേസിനോട് ഈക്വൽ ആണ് അല്ലേ. നൾ സ്പേസ് ഓഫ് എനോട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് സൊല്യൂഷൻ സ്പേസിന്റെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ്. ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? നള്ളിറ്റി അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ റാങ്ക് നള്ളിറ്റി തിയറത്തിലേക്ക് വരിക. എന്ത്? റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഹിയർ n. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു n മൈനസ് റാങ്ക് ഓഫ് എ എന്ന് കിട്ടും. റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. സോ മൈനസ് റാങ്ക് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് m എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് എം. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? അറ്റ്ലീസ്റ്റ് നൾ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് എം ആണ് അല്ലേ. അറ്റ്ലീസ്റ്റ് n മൈനസ് എം അല്ലേ. ലീസ്റ്റ് n മൈനസ് എം. അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. സോ ഓപ്ഷൻ 4 റൈറ്റ് ആൻസർ ആണ്. സോ 1, 3, 4 സി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ബി എ 3/3 മെട്രിക്സ് വിത്ത് റിയൽ എൻട്രി സച്ച് ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 6 ആൻഡ് ട്രേസ് ഓഫ് എ ഈസ് 0. ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ പ്ലസ് ഐ ഈക്വൽ ടു 0 where I denote 3/3 identity matrix, then eigenvalue of A are option 1 -1 2 3, option 2 -1 2 -3, option 3 1 2 -3, option 4 -1 -2 3. Okay, അപ്പോൾ
വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ വരുമ്പോൾ ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, ട്രേസ് തന്നിട്ടുണ്ട്, ഏഗൻ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ ഓപ്ഷൻസും നമുക്ക് വെരിഫൈ ചെയ്താൽ മതി. ഡിറ്റർമിനന്റ് ഓഫ് എ 6 കിട്ടുന്നുണ്ടോ നോക്കുക, ട്രേസ് 0 കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് എന്ത് കിട്ടണം? ഡിറ്റർമിനന്റ് 6 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഏഗൻ വാല്യൂസിന്റെ പ്രോഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ -1, 2, 3 ഇവരുടെ പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -6 കിട്ടുക. പക്ഷെ നമ്മുടെ ഡിറ്റർമിനന്റ് എന്താണ്? 6 ആണ്. സോ ഇത് പോസിബിൾ അല്ല നമുക്ക്. അങ്ങനെ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ഇനി അതുപോലെ ഈ ഓപ്ഷൻ വെരിഫൈ ചെയ്യാം. -1, 2, -3 അല്ലേ. അപ്പോൾ -1 × 2 × -3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഡിറ്റർമിനന്റ് 6 വരുന്നുണ്ട്. ഇനി ട്രേസ് 0 വരുന്നുണ്ടോ നോക്കുക. -1 + 2 -3 ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ ഈ ഓപ്ഷൻ നമുക്ക് പോസിബിൾ അല്ല. ഇനി അടുത്തത് ഓപ്ഷൻ 3 നോക്കാം. 1, 2, -3 പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് -6 കിട്ടും. ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 6 ആണ്, പക്ഷെ ഇവിടെ നമുക്ക് -6 കിട്ടും. സോ ഈ ഓപ്ഷനും ട്രൂ അല്ല. ദെൻ ഓട്ടോമാറ്റിക്കലി ആരായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഇതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ.